ണമെന്ന് BMS യൂണിയൻ്റെ ആവശ്യം ഉയർന്നു. ഇതിനെതിരെ പ്രതിഷേധം വന്നതോടെ ജീവനക്കാരുടെ കൂട്ടായ്മകൾ പോസ്റ്റ് ഓഫീസുകളിൽ നടത്താനിരുന്ന ക്രിസ്മസ് ആഘോഷം തന്നെ റദ്ദാക്കാൻ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ തീരുമാനിച്ചു അത്രേ. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികൾ അടങ്ങുന്ന കരോൾ സംഘത്തിന് നേരെ സംഘപരിവാർ അക്രമമുണ്ടായി. ഈ അക്രമി സംഘത്തെ ന്യായീകരിച്ചാണ് BJP നേതാക്കൾ രംഗത്ത് വന്നത്. കരോൾ സംഘങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ അവർ പൊതുവായി മദ്യപിക്കാറുണ്ടെന്നും മാന്യതയില്ലാത്ത രീതിയിലാണ് കരോൾ നടന്നതെന്നുമുള്ള ന്യായീകരണങ്ങളാണ് ചില മുതിർന്ന നേതാക്കളായവർ തന്നെ നിരത്തിയത്. അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്വകാര്യ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നതിനെതിരെ RSS അനുകൂല സംഘടനകളിൽ നിന്ന് സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ചില സ്കൂളുകൾ ആഘോഷങ്ങൾ ഒഴിവാക്കി വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ആഘോഷങ്ങൾ നടത്തുന്നവർക്കെതിരെയും മതപരമായ വിവേചനം കാട്ടുന്ന സ്കൂളുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും എന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരം ശക്തികൾ തലപൊക്കുന്നു എന്നത് ഗൗരവമായാണ് കാണുന്നത്. ഭരണഘടന അനുവദിച്ച് നൽകുന്ന മൗലികാവകാശങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യത്തിൻ്റെ ബഹുസ്വരതയോടും സഹവർത്തിത്വത്തോടും വിപ്രതിപത്തി വെച്ച് പുലർത്തുന്ന കൂട്ടരാണ് സംഘപരിവാർ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ക്രിസ്മസിന് കേക്കും കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തിയവരാണ് ഇപ്പോൾ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിക്കാൻ തയ്യാറാകുന്നത്. 2025 ഏപ്രിൽ 4 RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തിനെ പരാമർശിച്ചുള്ള ലേഖനം പ്രത്യക്ഷപ്പെട്ടതും RSSൻ്റെ ഉള്ളിലിരിപ്പ് കാട്ടിത്തന്ന സംഭവമായിരുന്നു. അപരമത വിദ്വേഷം പടർത്തി മതനിരപേക്ഷതയെ കളങ്കപ്പെടുത്തുന്ന സംഘപരിവാർ ശ്രമങ്ങളെ നമ്മുടെ നാട് ഒരു തരത്തിലും അംഗീകരിക്കില്ല. ഇത് ആവർത്തിച്ച് പറയേണ്ട സന്ദർഭം കൂടിയാണ് ഈ ക്രിസ്മസ് പുതുവത്സര വേള. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊന്നാണ് വാളയാറിലെ കൊലപാതകം. ആ ഹീന സംഭവത്തിന് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമപരമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫലപ്രദമായ അന്വേഷണം തന്നെ ഈ കാര്യത്തിൽ നടക്കുമെന്നതാണ് പറയാനുള്ളത്. അപരവിദ്വേഷത്തിൻ്റെ ആശയങ്ങളിൽ പ്രചോദിതരായ ഒരു സംഘം ആളുകളാണ് പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാംനാരായൺ ബാഗേലിനെ കൊലപ്പെടുത്തിയത്. പ്രതികളിൽ ചിലർ ക്രിമിനൽ പശ്ചാത്തലവും വർഗീയ മനസ്ഥിതിയുമുള്ളവരാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടത്തി വിജയിപ്പിച്ച ആൾക്കൂട്ട ഹിംസയെ കേരളത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുകയാണ്. കേരളം അതിന് പറ്റുന്ന മണ്ണല്ല എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ എന്ന് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനെ ചാപ്പ കുത്തുകയും ചെയ്തു. ആരെയും കടന്നാക്രമിക്കാൻ ഇത്തരം ചാപ്പകുത്തലുകൾ ആയുധമാക്കുന്നത് ഉത്തരേന്ത്യയിലാണ് നാം
മുൻപ് കണ്ടിട്ടുള്ളത്. അത് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാമെന്നത് സംഘപരിവാറിൻ്റെ സ്വപ്നമാകാം. രാംനാരായൺ ബാഗേൽ കൊല്ലപ്പെട്ടത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. കുടുംബത്തെ സംരക്ഷിക്കാനാണ് ആ ചെറുപ്പക്കാരൻ ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടെ എത്തിയത്. 2 കുഞ്ഞുങ്ങളും അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബം. ബാഗേൽ കൊല്ലപ്പെട്ടതോടെ ആശ്രയമില്ലാത്തവരായി. ആ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 30 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭാര്യയ്ക്കും അമ്മയ്ക്കും 5 ലക്ഷം രൂപ വീതവും 2 മക്കൾക്ക് 10 ലക്ഷം രൂപ വീതവുമാണ് നൽകുക. മക്കളുടെ പേരിലുള്ള 20 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി നൽകും. അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ മക്കളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അമ്മയ്ക്ക് നൽകാനും തീരുമാനിച്ചു. മറ്റൊരനുഭവവും ഇവിടെ നമ്മൾ നോക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് നേപ്പാൾ സ്വദേശി ദുർഗാ കാമിനിക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച ചാത്തന്നൂർ സ്വദേശി ഷിജിയുടെ ഹൃദയമാണ് ദുർഗാ കാമിനിക്ക് നൽകിയത്. നേപ്പാൾ സ്വദേശിക്ക് ഹൃദയം നൽകിയത് ഒരു മലയാളി. അതിന് നേതൃത്വം നൽകിയത് സർക്കാർ ആശുപത്രിയിലെ മലയാളി ഡോക്ടർമാർ. ഹൃദയവുമായി പറന്നത് സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ. ഹൃദയം മാറ്റിവെക്കേണ്ട വ്യക്തിയുടെ ഭാഷയോ മതമോ ലിംഗമോ രാജ്യമോ നോക്കിയാണോ നമ്മൾ ഇത് ചെയ്തത്? ഇതാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന മഹനീയത, സാഹോദര്യം, മാനവിക മൂല്യം, മാനുഷിക സ്നേഹം. കേരളം അതിൻ്റെ സംസ്കാരം എടുത്തു കാണിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നശീകരണ മനസ്സുള്ളവർ ആ നന്മയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജാഗ്രത കൂടുതൽ ശക്തമാക്കണം എന്നാണ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് RSS ആണ് എന്നത്. RSSന് ഒരു കാലത്തും കീഴടക്കാൻ പറ്റാത്തതാണ് നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ മതേതര മനസ്സ്. വർഗീയ പ്രചാരണം, വിദ്വേഷം വളർത്തൽ, കലാപം സൃഷ്ടിക്കൽ, ഇതൊക്കെ കേരളത്തിൽ RSS പ്രയോഗിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘശാഖകൾ ഇവിടെ ഉണ്ടാക്കി എന്ന് അഹങ്കരിച്ചു. പക്ഷേ നാടിൻ്റെ പിന്തുണയോ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗത്തും സ്വന്തമാക്കി എന്ന് RSS അഹങ്കരിക്കുന്ന വിജയങ്ങളും അവർക്കുണ്ടായില്ല. അങ്ങനെയുള്ള പരാജയങ്ങളുടെയും തിരിച്ചടികളുടെയും നൈരാശ്യത്തിൻ്റെ ചരിത്രം മാറ്റാനാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരം എന്ന ആയുധം അവർ പ്രയോഗിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ ധനകാര്യ ബന്ധങ്ങൾ എങ്ങനെ ആകാൻ പാടില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നീക്കവും. മൂലധന ചെലവിനായി കേരളം നടത്തുന്ന ഉദ്യമങ്ങളെ തുരങ്കം വെക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായി കണ്ടുവരുന്നത്. ഇതിലേറ്റവും പ്രധാനമാണ് കിഫ്ബി വായ്പകളെ സംസ്ഥാന വായ്പയായി പരിഗണിച്ചുകൊണ്ട് 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറച്ചത്. ഗ്യാരണ്ടിയും വായ്പയും രണ്ടാണെന്ന് 1999 റിസർവ് ബാങ്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ വായ്പാ പരിധിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. കിഫ്ബിക്ക് നൽകുന്ന ഗ്യാരണ്ടിയെ
സംസ്ഥാനത്തിൻ്റെ വായ്പയായി ബോധപൂർവം കണക്കാക്കുന്ന വികലമായ സമീപനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വായ്പാ പരിധി വെട്ടിക്കുറവ്. കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തി 2025 ഒക്ടോബർ 9 കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമന് വിശദമായ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ നിഷേധാത്മകമായ നിലപാടാണ് തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പല അപേക്ഷകളും തീരുമാനമാകാത്ത കേന്ദ്രത്തിൻ്റെ പരിഗണനയിൽ മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയാണുള്ളത്. ഒരു വശത്ത് വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിലും വിഭവ സമാഹരണത്തിലും വൻപിച്ച കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 2021 മാർച്ചിൽ 47,000 കോടി രൂപയായിരുന്ന തനത് നികുതി വരുമാനം ഇപ്പോൾ ഏകദേശം 80,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് കേവലമൊരു നേട്ടമല്ല, മറിച്ച് ചിട്ടയായ ധനമാനേജ്മെൻറ്റിൻ്റെ ഫലമാണ്. എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത പുരോഗതിയെ അപ്രസക്തമാക്കും വിധം അർഹമായ വിഹിതം നിഷേധിച്ചും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും കേരളത്തെ വരിഞ്ഞു മുറുക്കാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാനം ഉന്നയിച്ച GST സമ്പ്രദായം നിലവിൽ വന്നതോടെ സംസ്ഥാനങ്ങളുടെ നികുതി അധികാരം ഗണ്യമായി പരിമിതപ്പെട്ടു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ GST നിരക്കുകളിൽ വരുത്തപ്പെട്ട മാറ്റങ്ങൾ, റേറ്റ് റേഷണലൈസേഷൻ, ഇതുമൂലം വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ മാത്രം ഏകദേശം 8,000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൻ്റെ ആഘാതം ചെറുതല്ല. നഷ്ടപരിഹാരം ഇപ്പോൾ നിലവിലില്ല. ഇതിനു പുറമെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്തുണ്ടായ തിരിച്ചടികൾ, പ്രത്യേകിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി നിയന്ത്രണങ്ങൾ നമ്മുടെ കയറ്റുമതി മേഖലയെ വലിയ തോതിലാണ് ബാധിച്ചിട്ടുള്ളത്. സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ 2,500 കോടി രൂപയുടെ അധിക വാർഷിക നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത്. ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലാണ് IGST സെറ്റിൽമെൻറ്റിൻ്റെ പേരിൽ 965 കോടി 16 ലക്ഷം രൂപ മുൻകൂർ വിനിയോഗം ക്രമീകരിച്ചു എന്ന സാങ്കേതിക ന്യായം പറഞ്ഞ് 2025 ഏപ്രിലിൽ വെട്ടിക്കുറച്ചത്. IGST വിഹിതത്തെ ആശ്രയിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിൽ ഇത് നമ്മുടെ ധനപരമായ നിലയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. കേന്ദ്രം നടത്തുന്ന ഈ ഏകപക്ഷീയമായ തിരിച്ചുപിടിക്കലുകൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് ആസൂത്രണത്തെ തന്നെ തകിടം മറിക്കുന്നതുമാണ്. കേന്ദ്ര വിഹിതത്തിലുണ്ടാകുന്ന വിവേചനം കണക്കുകൾ പരിശോധിച്ചാൽ ബോധ്യമാകും. 11ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ 3.05% കേരളത്തിൻ്റെ വിഹിതം. 15ാം കമ്മീഷനായപ്പോഴേക്ക് 1.92% കുറഞ്ഞു. 4 വർഷം മുൻപ് വരെ സംസ്ഥാനത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 45% കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന സ്ഥാനത്ത് ഇന്നത് 25 മുതൽ 30% ഇടിഞ്ഞു. അതായത് ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 70 മുതൽ 75% വരെ സംസ്ഥാനം തന്നെ കണ്ടെത്തേണ്ടി വരികയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിന് നേരെ തിരിച്ചാണ് അനുഭവം. ചുരുക്കത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ നിഷേധിക്കാനുള്ള കാരണമായി
കേന്ദ്രം മാറ്റുകയാണ്. ഭരണഘടനയുടെ 293(3) വകുപ്പിനെ കേന്ദ്ര സർക്കാർ ഇന്ന് കേരളത്തിനെതിരായ ഒരു രാഷ്ട്രീയ ആയുധമായാണ് ഉപയോഗിക്കുന്നത്. കിഫ്ബി, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ തുടങ്ങിയ ഏജൻസികൾ വികസന പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ച തുകയെ സംസ്ഥാനത്തിൻ്റെ പൊതുകടമായി കണക്കാക്കുന്ന വിചിത്രമായ വാദമാണ് കേന്ദ്രം ഉയർത്തുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ 3,40,000 കോടി രൂപയുടെ കടം കേന്ദ്രത്തിൻ്റെ കടത്തിൽ കൂട്ടില്ലെന്ന് പറയുന്ന അതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് കേരളത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ കിഫ്ബിയുടെ വായ്പയുടെ പേരിൽ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നത്. 2025-26 വർഷത്തിൽ മാത്രം 14,358 കോടി രൂപയാണ് നമ്മുടെ വായ്പാ പരിധിയിൽ നിന്നും കേന്ദ്രം ഇത്തരത്തിൽ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതിൽ കിഫ്ബി പെൻഷൻ കമ്പനി വായ്പകളുടെ പേരിൽ കിഴിവ് ചെയ്ത 4,711 കോടിയുടെ അവസാന ഗഡുവും ഉൾപ്പെടുന്നു. ഇത്തരം നടപടികൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം വായ്പാ സാധ്യതയെ ഗണ്യമായി പരിമിതപ്പെടുത്തി. മറ്റൊരു പ്രധാന വിഷയം ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. കേരളം ഇതിനകം തന്നെ ഈ ഫണ്ട് രൂപീകരിക്കുകയും 250 കോടി രൂപ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കുകയും കുടിശ്ശിക ആരോപിക്കുകയും ചെയ്ത് 3,323 കോടി രൂപ കൂടി ഈ വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു. റിസർവ് ബാങ്ക് 5 വർഷത്തെ കാലാവധി നൽകിയൊരു കാര്യത്തിന് ഇത്തരമൊരു വെട്ടിക്കുറക്കൽ നടത്തിയത് കേരളത്തിൻ്റെ വികസന മാതൃകയെ തകർക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ്. CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി SPVകളുടെ ഓഫ് ബജറ്റ് വായ്പകളുടെ പേരിൽ 5,944 കോടി രൂപ കൂടി അധികമായി വെട്ടിക്കുറക്കാനുള്ള നീക്കവും ഇതേ ഗണത്തിൽപ്പെടുന്നതാണ്. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിലേക്ക് വായ്പയെടുക്കുന്നതിനായി 12,516 കോടി രൂപക്കാണ് അപേക്ഷ നൽകിയത്. പക്ഷേ അതിൽ നിന്നും വെറും 5,636 കോടി രൂപക്ക് മാത്രമാണ് കേന്ദ്രം അനുമതി നൽകിയത്. ഇത് സ്ഥിതി എത്രത്തോളം ഗുരുതരമാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. ദേശീയപാത വികസനത്തിൽ കേരളം കാണിച്ച മാതൃകാപരമായ സമീപനത്തോടുള്ള കേന്ദ്രത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നും ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. സ്ഥലമേറ്റെടുപ്പ് തുകയുടെ 25% വഹിക്കാൻ തയ്യാറായ രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിനായി അംഗീകരിച്ച 6,769 കോടിയിൽ ഇതിനകം നാം കൈമാറിയത് 5,580 കോടി രൂപയാണ്. വികസനത്തോടുള്ള നമ്മുടെ ഈ സന്നദ്ധതയെ അംഗീകരിക്കുന്നതിന് പകരം ആ തുകയെയും നമ്മുടെ സാധാരണ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി ശിക്ഷിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചത്. നമ്മുടെ ഈ നിക്ഷേപത്തെ വായ്പയായി കണ്ട് വെട്ടിക്കുറക്കുന്നത് സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കണക്കെടുപ്പിൽ പോലും അപാകതകൾ വരുത്തിക്കൊണ്ട് നമ്മുടെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കുകയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ച ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നടത്തുന്ന ഈ കണക്കെടുപ്പിലൂടെ 4,250 കോടി രൂപയുടെ അധിക വായ്പക്കുള്ള അർഹത കേരളത്തിന് നിഷേധിക്കപ്പെടുകയാണ്.
15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത രീതിശാസ്ത്രം പ്രകാരം കേരളത്തിൻ്റെ NBC നെറ്റ് ബോറോയിങ് സീലിംഗ് 44,126 കോടി രൂപയാണ്. കേന്ദ്രം അത് 39,876 കോടിയായി പരിമിതപ്പെടുത്തി. ഇതിനു പുറമെ 2023-24 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 1,877 കോടി 58 ലക്ഷം രൂപയുടെ അധിക വായ്പ അന്തിമ GSDP കണക്കുകൾ വരുന്നതിന് മുൻപേ തന്നെ 2024-25 പരിധിയിൽ നിന്നും ക്രമീകരിച്ചു. ഇത്തരത്തിൽ ഓരോ ഇനത്തിലും തുക വെട്ടിക്കുറക്കുമ്പോൾ കേരളം നേരിടുന്നത് ഒരു കൃത്യമായ സാമ്പത്തിക ഉപരോധമാണ്. കേന്ദ്രത്തിൻ്റെ ഈ നയം മൂലം മൊത്തത്തിൽ 1,07,513 കോടി രൂപയുടെ വിഭവ നഷ്ടമാണ് കേരളത്തിന് സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ ലോട്ടറി ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ജീവിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന അനേകായിരങ്ങളാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റൊരു ജീവനോപാധിയുമില്ലാത്ത ഭിന്നശേഷിക്കാരായ പാവങ്ങളുടെ ജീവിതമാർഗമായ ആ ലോട്ടറിയെ അനധികൃത ചരക്കുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി 40% നികുതി ചുമത്തിയത് എന്തു പറഞ്ഞാണ് യൂണിയൻ സർക്കാരിന് ന്യായീകരിക്കാനാവുക? ഏറ്റവും സുതാര്യമായി നടക്കുന്ന കേരള സംസ്ഥാന ലോട്ടറിയെ പോലും ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഏത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്? ഇത്രയേറെ സാമ്പത്തിക പ്രയാസങ്ങൾ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിട്ടും സംസ്ഥാന സർക്കാർ പതറാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ശമ്പളവും പെൻഷനും കൃത്യമായി നൽകാനും 4,71,000 പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും പ്രതിജ്ഞാബദ്ധമായ നീക്കമാണ് നടക്കുന്നത്. ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കി ഉയർത്തിയത് 60 ലക്ഷം പേർക്കാണ് ആശ്വാസകരമാകുന്നത്. UDF കാലത്ത് വെറും 34 ലക്ഷമായിരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം ഇന്ന് 60 ലക്ഷമായി ഉയർന്നു. അന്ന് 600 രൂപയാണ് പെൻഷൻ തുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. സാധാരണക്കാരോടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കരുതലിൻ്റെ അടയാളമാണിതൊക്കെ. എന്നാൽ ഈ സാമ്പത്തിക വരിഞ്ഞുമുറുക്കൽ നമ്മുടെ കുതിപ്പിൻ്റെ വേഗത കുറക്കാൻ കാരണമാകുന്നുണ്ട്. അർഹമായ പണം കേന്ദ്രം തടഞ്ഞു വെക്കുന്നത് മൂലം നമ്മുടെ ആശുപത്രികൾ, സ്കൂളുകൾ ഇതിലെല്ലാമുള്ള വികസന പ്രവർത്തനങ്ങൾക്കും റോഡ് നവീകരണത്തിനുമെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ അനീതിക്കെതിരെ കേരളത്തിൻ്റെ ശബ്ദം ഒന്നിച്ച് ഉയരേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യകരമായ അവസ്ഥയാണ് സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തകർക്കാൻ കേന്ദ്രം നടത്തുന്ന ഈ നീക്കങ്ങളെ തുറന്നു കാട്ടാൻ സമീപനം സ്വീകരിക്കുകയല്ല പ്രതിപക്ഷം ചെയ്യുന്നത്. അതിനു പകരം സംസ്ഥാനത്തുള്ള പ്രതിപക്ഷം കേരളത്തിന് അർഹമായ വിഹിതം ചോദിച്ച് വാങ്ങുന്നതിന് കേന്ദ്രത്തിൻ്റെ മുന്നിൽ സംസാരിക്കാൻ പോലും തയ്യാറല്ല, നിവേദനം നൽകാനും തയ്യാറല്ല. പ്രതിപക്ഷ നേതാവും UDF MPമാരും കേരളത്തിലെ ജനങ്ങളോട് കടുത്ത വഞ്ചനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഇവർ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയ ലാഭത്തിനായി നാടിൻ്റെ വികസനത്തെ ബലി കൊടുക്കാനാണ് തയ്യാറാകുന്നത്. കേന്ദ്ര ഗ്രാൻറ്റിൻ എയ്ഡിൽ 15,309 കോടി 60 ലക്ഷം രൂപയുടെ കുറവ്
അത് 56%. ആ കുറവുണ്ടായിട്ടും ഇവർ മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായത് നിഷേധിക്കുമ്പോൾ സംസ്ഥാന താൽപ്പര്യം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതല്ലേ? കേരളത്തിനെ അപമാനിക്കാനും വികസനം മുടക്കാനും ലഭിക്കുന്ന സന്ദർഭങ്ങളൊന്നുപോലും ഇവർ പാഴാക്കുന്നില്ല എന്നതും ലജ്ജാകരമായ കാര്യമാണ്. കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ UDFൻ്റെ സമീപനം എന്താണ്? ലോക്സഭയിൽ 18 MPമാർ എന്ത് സമീപനമാണ് കൈക്കൊള്ളുന്നത്? എങ്ങനെ കേരളത്തിനുള്ള സഹായം കുറക്കാം എന്ന ലക്ഷ്യത്തോടെ ചോദ്യങ്ങൾ ഉയർത്തുന്നവർ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്താൻ തയ്യാറാകുന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തിനെതിരെ കേന്ദ്ര ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കാനാണ് UDF ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഈ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണം. IGST വിഹിതം ഉടനടി പുനഃസ്ഥാപിക്കാനും അന്യായമായി വെട്ടിക്കുറച്ച വായ്പാ പരിധി തിരികെ നൽകാനും കേന്ദ്രം തയ്യാറാകണം. GSDP കണക്കുകളിലെ അപാകത പരിഹരിച്ച് അർഹമായ കടമെടുപ്പ് അവകാശം കേരളത്തിന് നൽകാൻ തയ്യാറാകണം. നമ്മൾ ചോദിക്കുന്നത് ദാനമല്ല, മറിച്ച് ഭരണഘടനാപരമായി നമ്മുടെ അവകാശമാണ്. കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കുന്നതുവരെ ജനാധിപത്യപരമായ പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം. ഏത് പ്രതിസന്ധിയിലും സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടാകും. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ ജനകീയ പ്രതിരോധത്തിലൂടെ നമ്മൾ മറികടക്കും. പ്രളയങ്ങളെയും മഹാമാരികളെയും അതിജീവിച്ച കേരളത്തിൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഇത്തരം രാഷ്ട്രീയ കുതന്ത്രങ്ങൾ വിജയിക്കില്ല. വികസിത രാജ്യങ്ങൾക്ക് സമാനമായ ജീവിത നിലവാരമുള്ള ഒരു നവകേരളം നിർമ്മിക്കാനുള്ള നമ്മുടെ യാത്രയിൽ എല്ലാ മലയാളികളുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും കേരളത്തിൻ്റെ കുതിപ്പിനെ തടയാനാകില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ, നമ്മുടെ ക്ഷേമ പദ്ധതികൾ എന്ത് ത്യാഗം സഹിച്ചും സംസ്ഥാന സർക്കാർ നടപ്പാക്കുക തന്നെ ചെയ്യും. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗമെടുത്ത ചില തീരുമാനങ്ങൾ കൂടി അറിയിക്കാനുണ്ട്. അതിലൊന്ന് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ളതാണ്. 2025 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിന്ന് 24,08,503 പേർ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ കരട് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 19,32,000 പേർ വോട്ടവകാശം ഉറപ്പിക്കാൻ രേഖകളുമായി വീണ്ടും ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും. നിലവിൽ 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർ അവരുടെ ബന്ധുത്വം 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തണമെന്ന നിബന്ധനയുള്ളതുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ 19,32,000 പേരും തങ്ങളുടെ വോട്ടവകാശം സ്ഥാപിച്ചു കിട്ടാൻ വീണ്ടും ഈ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ട കഠിനമായ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അത് പൊതുമണ്ഡലത്തിൽ ലഭ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. ഇതുകൂടാതെ 2002 എന്തെങ്കിലും കാരണത്താൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർ ഇപ്പോൾ പുറത്താക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിനു മുൻപും അതിനുശേഷവും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന പലരും SIRൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. അതിൻ്റെ കണക്ക് എത്രയെന്ന് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2021
നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിരുന്ന വ്യക്തികളാണ് ഒഴിവാക്കപ്പെടുന്നത് എന്നതാണ് ഇവിടെ പ്രധാനം. ചില ബൂത്തുകളിൽ അവിശ്വസനീയമായ തരത്തിൽ വോട്ടർമാർ ഒഴിവാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് പോളിംഗ് സ്റ്റേഷൻ 138 ശ്രീവരാഹം. ഈ ബൂത്തിൽ ആകെയുള്ള 1224 വോട്ടർമാരിൽ 704 പേരുടെ വിവരം ലഭ്യമല്ല എന്നാണ് കാണുന്നത്. ഇത് സംശയാസ്പദമായ കാര്യമാണ്. സംസ്ഥാനത്ത് മറ്റ് ചിലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട് എന്നാണ് അറിയുന്നത്. അർഹതയുള്ള ഒരു വോട്ടർ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല എന്നുറപ്പാക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനമാണ്. ഇതുറപ്പാക്കുക എന്നത് സർക്കാരിനുള്ള ഉത്തരവാദിത്വവുമാണ്. അതിനാൽ കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. വില്ലേജ് ഓഫീസിൽ സൗകര്യമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ വില്ലേജ് ഓഫീസിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങളുണ്ടെങ്കിൽ തൊട്ടടുത്ത സർക്കാർ ഓഫീസുകളിൽ വില്ലേജ് ഓഫീസർക്ക് സൗകര്യമൊരുക്കാവുന്നതാണ്. അത് വില്ലേജ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. ഹെൽപ്പ് ഡെസ്കുകളിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ വീതം ചുമതലപ്പെടുത്തും. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതത് ജില്ലാ കളക്ടർമാരെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നതികൾ, തീരദേശ മേഖല, മറ്റ് പിന്നോക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ നൽകും. ഇതിന് വില്ലേജ് ഓഫീസർമാരുടെ ആവശ്യപ്രകാരം അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തും. വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 18 വയസ്സ് പൂർത്തിയായവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തും. ഇതിന് അതാത് സ്ഥാപനങ്ങളിൽ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിച്ച് ആവശ്യമായ ബോധവൽക്കരണവും നടത്തും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ SIR അനാവശ്യ ധൃതിയിൽ നടത്തുന്നത് ആശാസ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ 1-ലധികം തവണ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ ധൃതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിതീവ്ര പരിശോധനയ്ക്കായി മുന്നോട്ട് പോവുകയാണുണ്ടായത്. ഇത് ജനാധിപത്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രശ്നം, നമ്മുടെ രാജ്യത്തുള്ള പൊതുവായ അവസ്ഥ, സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ദുരവസ്ഥ, അത് വലിയ തോതിൽ ആശങ്കാജനകമായി രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഒരാൾ താൻ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്നയാളാണെന്നോ സ്ഥിരതാമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാകണം. ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. അതിനായി ആധികാരികവും നിയമ പിൻബലമുള്ളതുമായ രേഖ ആ വ്യക്തിയുടെ കൈവശമുണ്ടാകണം. അത്തരമൊരു രേഖ കേരളത്തിൽ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകി വരുന്നുണ്ട്. അതിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇതുപയോഗിക്കാനാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടു കൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സംസ്ഥാനത്ത്
വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. എന്നാൽ അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല. നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട്. അതാണ് പതിവ്. ഇത് ചില ഘട്ടങ്ങളിൽ പരാതിയായി സർക്കാരിന് മുന്നിൽ വരികയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും ഇക്കാര്യത്തിൽ സർക്കാരിന് മുന്നിൽ വന്നിട്ടുണ്ട്. ഇത്തരമൊരു കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നാറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിൻ്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ആധികാരിക രേഖ ഓരോരുത്തരുടെയും കയ്യിലുണ്ടാകുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കാർഡിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. തഹസിൽദാർക്കായിരിക്കും കാർഡിൻ്റെ വിതരണ ചുമതല. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ആമുഖമായി പങ്കുവെക്കാനുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ട് നാട്ടിൽ ഭീതി നിലനിൽക്കുകയാണല്ലോ. അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ ഭാരതീയനാണ് കേരളീയനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു രേഖയായിട്ടാണിത് മാറുക. അപ്പോൾ ഇതിനാവശ്യമില്ല. ഇത് സാധാരണഗതിയിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ. ആ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമുള്ള ഒരു നാറ്റിവിറ്റി കാർഡായിട്ടാണ് വരിക. അപ്പോൾ ഏതൊരാൾക്കും ഞാൻ ഈ കേരളത്തിൽ ജീവിക്കുന്നയാളാണ്, കേരളീയനാണ് എന്ന് കാണിക്കാൻ ഈ രേഖ ഒരു സാക്ഷ്യപത്രമായിരിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. SIR-ഉമായിട്ട് ഇതിന് ബന്ധമില്ല. SIR വേറെ തന്നെ ഒരു നടപടിക്രമമാണല്ലോ. ഇത് അതിനുപരി ഒരു പ്രശ്നമുണ്ടല്ലോ. പൗരത്വത്തിൽ നിന്ന് പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളടക്കം ഉയർന്നു വരുന്നുണ്ടല്ലോ. അത്തരം ആശങ്കകൾക്കെല്ലാമുള്ള ഒരു പരിധിയോളമുള്ള ഒരു പ്രതിരോധമായിട്ട് ഇത് മാറും. കാരണം കേരളത്തിലുള്ള ഒരാൾ കേരളത്തിൽ ജനിച്ചതാണ്, ഇന്ന് ഈ നാറ്റിവിറ്റി കേരളമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഓരോരുത്തരുടെയും കയ്യിലുണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതിൻ്റെ വശങ്ങൾ ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ റവന്യൂ വകുപ്പ് നിയമവകുപ്പുമായിട്ട് ആലോചിച്ചിട്ട് കൊണ്ടുവരണമെന്നാണ് കണ്ടിട്ടുള്ളത്. തഹസിൽദാർ ഇതുമായിട്ട് ബന്ധമില്ല. അത് വേറൊരു കാര്യമാണ്. അത് വേറെ തന്നെ ആലോചിക്കുന്ന കാര്യമാണ്. അത് നിലവിൽ ആലോചനയിലുള്ളത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നല്ലോ. അത് പിന്നെ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവിൽ സ്വീകരിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നത് തന്നെയാണ് പൊതുവെ LDF എന്ന തലത്തിൽ തന്നെ കണ്ടിട്ടുള്ളത്. ആ വിശദമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് തിരിച്ചടിയായി എന്ന് പറഞ്ഞ് വ്യാപകമായ വിമർശനമുണ്ടെന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ സർക്കാർ നല്ല സ്റ്റാൻഡേർഡിൽ ഏറ്റവും ഒടുവിലായി CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം പാർട്ടിക്ക് തുടരുകയാണ്. അങ്ങനെ ഒരു സമീപനം CPM എടുത്തത് ഒരു തിരിച്ചടിയായി എന്ന് പറയുന്നു. പിന്നെ അങ്ങ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൂട്ടിപ്പോയതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. എന്താ CM-ന് മറുപടി? കുറേ ചോദ്യങ്ങൾ ഒന്നിച്ച് ചോദിച്ചിരിക്കുകയാണ് അല്ലേ? ഇരിക്കട്ടെ. അതിൽ വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാ അപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാലോ. അവിടെ പമ്പയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയപ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പരിപാടി സ്ഥലത്തേക്ക് കുറച്ചകലം പോകാനുണ്ട്. അങ്ങോട്ട് അപ്പോഴാണ് വെള്ളാപ്പള്ളി എന്നെ കാണാൻ വരുന്നത്. കണ്ട് സംസാരിച്ച് പരിപാടിക്ക് പോകാൻ വേണ്ടി ഞാനും ഇറങ്ങുന്നു, അദ്ദേഹം ഇറങ്ങുന്നു. അപ്പോൾ പരിപാടിയിലേക്ക് പോകാൻ ഞാൻ കാറ് കയറുമ്പോൾ അദ്ദേഹവും
എന്നോടൊപ്പം കാറിൽ കയറി എന്നുള്ളതാണ് വസ്തുത. ആ ദൂരത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ആ കാറിൽ കയറട്ടെ എന്ന നിലപാട് ഞാനും സ്വീകരിച്ചിട്ടുണ്ടാവും. അതിലെന്താ ഒരു തെറ്റ്? സാധാരണഗതിയിൽ എന്തോ ഒരു തരത്തിലും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും. അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് ഒരേ പ്രായക്കാർ, അതിനേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ലേ. അതിനകത്ത് എന്താ വേറൊരു അപാകതയുള്ളത്? അതിലേതെങ്കിലും ഒരു അപാകത ഞാൻ കാണുന്നില്ല. പക്ഷേ വലിയ തോതിൽ തെറ്റായി അതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെടുത്താൽ അത് വലിയ തോതിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ആ പ്രചരണം BJP നടത്തിയിട്ടുണ്ട്, കോൺഗ്രസും UDF നടത്തിയിട്ടുണ്ട്. ഇവരാരാണ് കൂടുതൽ നടത്തിയതെന്ന് മാത്രമേ പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുള്ളൂ. അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഉയർത്തുന്നതിനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഇതിൽ വ്യക്തമാകേണ്ട കാര്യം ഇതിനോട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സമീപനമാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നാൽ അതെവിടെയായാലും ആ തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പൊതുവായ നിലപാട്. ഇവിടെയും അതുതന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കാര്യത്തിൽ പ്രത്യേക അന്വേഷക സംഘം വരിക എന്നതിനോട് സംസ്ഥാന സർക്കാരിനും പൂർണ്ണ യോജിപ്പാണ് ഉണ്ടായിരുന്നത്. ഹൈക്കോടതി പ്രത്യേക അന്വേഷക സംഘത്തെ നിയോഗിക്കുന്ന നിലയുണ്ടായപ്പോൾ അതിനെ പൂർണ്ണമായി പിന്താങ്ങുന്ന അവസ്ഥയാണ് സർക്കാർ സ്വീകരിച്ചത്. ആ പ്രത്യേക അന്വേഷക സംഘം ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഈ പ്രത്യേക അന്വേഷക സംഘം വന്ന ഉടനെ തന്നെ അത് ശരിയാവില്ല, ആ അന്വേഷക സംഘം അന്വേഷിച്ചാൽ പോരാ, അത് CBIക്ക് വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരെന്ന് പറഞ്ഞാൽ പ്രത്യേകമായി UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ആവശ്യം ഉന്നയിക്കുന്ന സ്ഥിതി വന്നു. പക്ഷേ നമ്മുടെ അനുഭവം എന്താണ്? വളരെ ഫലപ്രദമായി ആ അന്വേഷക സംഘം പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അവർ കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. അത് നമ്മുടെ അന്വേഷണം ഇനിയും അതിൻ്റെ വഴിക്ക് മുന്നേറട്ടെ എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഇത് പൊതുവെ ജനസമൂഹം നല്ല രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ആണല്ലോ ബാധിക്കേണ്ടത്. അതിൽ പന്തളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രദേശമാണല്ലോ. ശബരിമലയുമായും ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണല്ലോ പന്തളം. ആ പന്തളത്തെ നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരത്തെ BJPയുടെ കയ്യിലായിരുന്നു. ഇത്തവണ BJPക്ക് നഷ്ടപ്പെട്ടു. ഈ ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും LDFനെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പന്തളത്ത് BJPയുടെ നില ഗണ്യമായി കുതിച്ചുയരേണ്ടതായിരുന്നില്ലേ? അതുണ്ടായില്ലല്ലോ. അത് LDFന് തന്നെയാണല്ലോ അനുകൂലമായിട്ട് വന്നത്. LDF ആണല്ലോ അവിടെ BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിലിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രദേശം എടുത്താൽ കൊടുങ്ങല്ലൂർ അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനം, ആ നഗരസഭ നല്ല രീതിയിൽ BJP ജയത്തിനടുത്തെത്തി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ തവണ. ഒരു സീറ്റിൻ്റെ വ്യത്യാസമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും ജയത്തിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇത്തവണ അവരാ തദ്ദേശ ഭരണ സ്ഥാപനം കൈപ്പിടിയിലെടുക്കും എന്നായിരുന്നു അവർ സ്വീകരിച്ച നില. പക്ഷേ കൈപ്പിടിയിൽ കിട്ടിയില്ലല്ലോ. LDF നല്ല നിലക്ക് മുന്നേറിയല്ലോ. അതല്ലേ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ
നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പ്രത്യേക പ്രശ്നം വല്ലാതെ LDFനെ ബാധിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയില്ല. അതാണ് കാണേണ്ടത്. മറ്റൊട്ടേറെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ BJPയുടെ കയ്യിലുണ്ടായിരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ LDFാണ് അവിടെ ഭരിക്കുന്നത്. LDFനാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പൊതുവായ സ്ഥിതി ഇതാണെന്ന് കാണണം. എന്നാൽ പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് നിന്ന ഒരു തദ്ദേശഭരണ സ്ഥാപനം, അതാണ് പാലക്കാട്. BJP ആയിരുന്നു നേരത്തെ അവിടെ, കോൺഗ്രസ്സാണ് പ്രധാന പ്രതിപക്ഷം. അവിടെ ഇത്തവണയും BJPക്ക് തന്നെ ജയിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ്സിന് അവിടെ ഈ പൊതു അന്തരീക്ഷം ഉണ്ടായിട്ടും മുന്നേറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് BJPയെ നേരിടുന്നതിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് LDF ആണ് എന്നാണല്ലോ ഇതൊക്കെ കാണിക്കുന്നത്. നല്ല രീതിയിൽ BJPയെ സംസ്ഥാനത്താകെ അവർ കൈവശം വെച്ചിരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പരാജയപ്പെടുത്താൻ LDFന് കഴിഞ്ഞിരിക്കുന്നു. അത് വെച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക നിഗമനത്തിലെത്താൻ കഴിയില്ല. ഇത് ശബരിമലയുടെ ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന നില കാണാൻ കഴിയില്ല. വ്യത്യസ്ത കാരണങ്ങളുണ്ടാവും. അതും ചിലപ്പോൾ ഒരു കാരണമായിട്ട് കാണാൻ സാധിച്ചേക്കും ചിലയിടങ്ങളിൽ. തിരുവനന്തപുരം നഗരസഭയിൽ BJPയും മുന്നേറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. LDFന് ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിൽ ഇരിക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനം, അതും തലസ്ഥാന നഗരത്തിൽ തന്നെ അവർക്ക് വേരുറപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ്? അത് ശബരിമല അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലെ ഭരണമാണോ, അതോ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള എന്തെങ്കിലും വികാരമാണോ? എന്താണ് ഇവിടെ പ്രതിഫലിച്ചത്? അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞത് BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയേണ്ട ഒരു വിഷയമാണല്ലോ ശബരിമല. ആ പ്രചരണം എങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ എടുത്തു കാണിച്ചത്. ഇവിടെ തിരുവനന്തപുരത്തുണ്ടായത് വളരെ പ്രത്യേകതയാർന്ന നിലയാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിയിലുള്ള വോട്ടിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഇവിടെയുള്ള ചില നേതാക്കൾ വിശകലനം ചെയ്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ പ്രാദേശികമായി ഒന്നിച്ചണിനിരക്കുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ UDFും BJPയും തമ്മിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രശ്നം. ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയത് അത്യന്തം അപകടകരമായ വർഗീയ രാഷ്ട്രീയമാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ LDFനാണ് ശരിയായ രീതിയിൽ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചില പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തു എന്നുള്ളത്. കുളനട, ചെറുകോൽ, കള്ളിക്കാട്, കരവാരം, കല്ലുവാതുക്കൽ, കവിയൂർ, കോടന്തുരുത്ത്, ഇതൊക്കെ LDF BJPയിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഇപ്പോൾ കോർപ്പറേഷൻ അതിർത്തിയിൽ ഇപ്പോഴും LDF തന്നെയാണ്. ശതമാനക്കണക്കിലും LDFാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, 12ഓളം സീറ്റുകളിൽ 60 വോട്ടിനാണ്, 60-ൽ താഴെ വോട്ടിനാണ് LDF പരാജയപ്പെടുന്നത്. അതിൽ BJP ജയിച്ച
26 വാർഡുകളിൽ UDFന് 1000-ൽ താഴെ വോട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. സാധാരണക്ക് അങ്ങനെ വരേണ്ടതല്ല. 26 വാർഡുകളിൽ UDFൻ്റെ വോട്ട് 1000-ൽ താഴെ പോയി. ഇത് BJP ജയിച്ച സീറ്റുകൾ. ഇനി UDF ജയിച്ച 11 സീറ്റുകളുണ്ട്. ആ 11 സീറ്റുകളിൽ BJPക്ക് 1000-ൽ താഴെയാണ് വോട്ട്. അപ്പോൾ എന്തോ ഒരു നീക്കുപോക്കുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുക. ഒരു പരസ്പര സഹകരണ മുന്നണിയായി BJPയും UDFും പ്രത്യേകിച്ച് കോൺഗ്രസും മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. നേരത്തെയും അത്തരം ചില കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്നു വന്ന പരാതികളാണ്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് LDF തന്നെയാണ്. ഇത് ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ മറ്റു ചില വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടാവും. ആ പരിശോധന LDF നടത്തുക തന്നെ ചെയ്യും. ആ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ വിമർശിക്കപ്പെടില്ലായിരുന്നു. പക്ഷേ അതിനുമ്പ് വെള്ളാപ്പള്ളി പറഞ്ഞ അറപ്പുളവാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളുണ്ട്, പ്രസ്താവനകളുണ്ട്. അതുകൊണ്ടല്ലേ അതങ്ങനെ വിമർശിക്കപ്പെട്ടത്? അത് ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പിന് കാരണമാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തെ തിരുത്തിയില്ല. അതാണ് പാർട്ടി തിരുത്തിയില്ല. വെള്ളാപ്പള്ളി എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ നേതാക്കളിൽ ഒരാളാണ്. സാമുദായിക നേതാക്കൾ അവരുടേതായ അഭിപ്രായങ്ങൾ പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട്. ഞങ്ങളതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി പോകാറുമുണ്ട്. അതാണ് സാധാരണ നടക്കുന്നത്. ന്യൂനപക്ഷ വിരുദ്ധമല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലീഗിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്തിനാണ് ന്യൂനപക്ഷ വിരുദ്ധനാക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടെടുത്താൽ ഇപ്പോൾ കേരളത്തിൽ SIR നടപ്പിലാക്കുന്നത് ഈ കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടുകൂടിയാണ്. അതിന് മുഖ്യമന്ത്രിയാണ് കാരണക്കാരനെന്ന പ്രചരണം ഇവിടെ ഒരു കൂട്ടം അഴിച്ചു വിട്ടിട്ടില്ലേ? അതിലെന്തെങ്കിലും വസ്തുതയുള്ളതാണോ? ആ പ്രചരണം ബോധപൂർവം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അഴിച്ചുവിട്ടിയ ഒന്നാണല്ലോ. ആ പ്രചരണത്തിൻ്റെ വക്താക്കളായി നിന്നത് ശരിയായ ബുദ്ധി ജമാഅത്തെ ഇസ്ലാമിയുടേതാണെങ്കിലും അതിൻ്റെ പ്രചാരകരായിട്ട് നിന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരല്ലേ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ. അപ്പോൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവരും അല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. നമ്മൾ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ. നിരന്തരം ആരോപണം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അന്വേഷണം നിന്നു കോടതി വരെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായ പരാമർശം നടത്തിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ മേൽനോട്ടം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നടത്തുന്നൊരു ബെഞ്ചുണ്ട്. ഇവിടെ ഒരു ജാമ്യാപേക്ഷയാണെന്ന് തോന്നുന്നു. ഒരു ബെഞ്ചിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അന്വേഷണ കമ്മീഷനെതിരായിട്ടാണോ കേസ് കേൾക്കുന്ന ഡിവിഷൻ ബെഞ്ചിനെതിരായിട്ടാണോ എന്നത് അദ്ദേഹവും ഹൈക്കോടതിയും പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാനതിന് മറുപടി പറയാൻ ആളല്ല. കാരണം ഞാൻ പറയട്ടെ, കാരണം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാകെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈക്കോർട്ട് ബെഞ്ചാണ്. ആ ബെഞ്ചിൻ്റെ മുന്നിലാണ്
കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. അവരാണ് ഈ അന്വേഷണ സംഘത്തെ ഇടയ്ക്ക് ബന്ധപ്പെടുകയും കാര്യങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയതാണ്. അന്നേരം അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ കമ്മീഷനെ ബാധിക്കുന്നൊരു കാര്യമല്ല. കാരണം അന്വേഷണ കമ്മീഷൻ നല്ല കൃത്യതയോടെ വ്യക്തതയോടെ അന്വേഷിച്ചു പോവുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ പരാമർശം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. ഇദ്ദേഹത്തിൻ്റെ പരാമർശം എങ്ങനെ വന്നു എന്നുള്ളത് ഹൈക്കോടതി പരിശോധിച്ച് നോക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേക അന്വേഷണ സംഘം നന്നായി അന്വേഷിച്ചു കൊണ്ടുവരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടുള്ള ഫോട്ടോ മിനിസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. 2009 തൊട്ട് പോറ്റി ശബരിമലയിൽ കയറിയാണ്. ടോട്ടൽ ഇന്റലിജൻസ് ഫെയിലിയർ ആണ്. ഈ വ്യക്തി UDF ഭരണകാലത്തും അതിനുള്ളിൽ കയറി സ്വർണം മുട്ടിച്ചു വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. CM രമേശ് ചെന്നിത്തല ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി CM-ന്റെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ മറ്റു തരത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ? ചെവിയിൽ പറയുന്നതൊന്നും എൻ്റെ ചെവിയിലായിരിക്കില്ല. അത് സാധാരണ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാക്കി ഇരുന്ന ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ശീലം വെച്ച് പറയുന്നതായിരിക്കും. അതൊന്നും ഞാൻ പറയട്ടെ, അതൊന്നും എനിക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞങ്ങളൊരു മാന്യത വെച്ച് സാധാരണ മര്യാദ അനുസരിച്ചും ഇത്തരം കേസുകളിലൊന്നും മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കാൻ അധികം പോകാറില്ല. ഇതൊക്കെ ഒരു കേസാണ്. ആ കേസിൽ ആരാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ തട്ടിപ്പുകാർ ഏത് കൂട്ടത്തിൽപ്പെട്ടവരായാലും നിയമത്തിൻ്റെ കരങ്ങളിൽ പെട്ട് എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പേര് നല്ല കോൺഗ്രസ് ബാന്ധവമുള്ളവരാണ്, നല്ല കോൺഗ്രസിൻ്റെ ആളുകളുമാണ്. ആരുടെയും പേര് ഞങ്ങളാരും ഇതേവരെ പറഞ്ഞിട്ടില്ല. എന്താ അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താ അതിൻ്റെ കുറ്റവാളിയാണെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ, അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേരും എടുത്ത് ഉപയോഗിക്കുന്നുണ്ടാവും, എൻ്റെ ചിത്രങ്ങളും അതിനു വേണ്ടി വക്രീകരിച്ച് ഉണ്ടാക്കുന്നുണ്ടാവും. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കാണാതെ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ ഇവർ നല്ല രീതിയിലും ഏതെല്ലാം തരത്തിൽ LDF-നെ ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ, പാട്ടുകൾ, പിന്നെ സഖാക്കളെ കള്ളന്മാരെന്ന് വിളിക്കൽ, ഇങ്ങനെയെല്ലാമുള്ള പലതും നടക്കുകയാണ്. ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തതയുണ്ടാക്കുക നല്ലതാണെന്നാണ് തോന്നുന്നത്. ഇതൊന്നും പറയാൻ പറ്റുന്നതല്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പറയിക്കലാണോ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഉദ്ദേശിച്ചതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, അദ്ദേഹവും കൂടി താല്പര്യപ്പെടുന്ന കാര്യമായതുകൊണ്ട് പറയുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, അയാൾ ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ. ഇവർ രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണി,
പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ എം പിയുമായ അടൂർ പ്രകാശ് അവർ സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ട് എന്തായാലും. ഇതിൽ സോണിയാഗാന്ധി രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലരൊരാളാണ്. അവരുടെ അപ്പോയിൻമെൻറ്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ ലീഡർ എന്ന വിശേഷണ പദത്തോടെ സാധാരണ കോൺഗ്രസ്സുകാരെല്ലാം വിളിക്കുന്ന കെ കരുണാകരൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? 2003 അപ്പോയിൻമെൻറ്റ് ലഭിക്കാതെ കേരള ഹൗസിൽ കെ കരുണാകരൻ താമസിക്കേണ്ടി വന്നു. സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചതാണ്. പിന്നാലെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി. ഇവിടെ എത്തിയതിന് ശേഷം അതിലുള്ള നീരസം അദ്ദേഹം പരസ്യമാക്കി. നിങ്ങൾ ചിലരൊക്കെ ആ കാലത്തും ഈ പ്രവർത്തനം നടത്തുന്നവരാണല്ലോ, നിങ്ങൾക്കറിയാവുന്നതായിരിക്കുമല്ലോ അത്. ഇപ്പോൾ കോൺഗ്രസ്സിലല്ല, നേരത്തെ ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ ഇതേ ഗാന്ധി കുടുംബത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിച്ചു, ലഭിച്ചില്ല. അദ്ദേഹം ആ നീരസത്തിൻ്റെ ഭാഗമായി BJPയിൽ ചേർന്നുവെന്ന് അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ്സിലെ നിയമസഭാ കക്ഷി മുഴുവനായിട്ട് തന്നെ BJPയായി മാറി. അതിനു പിന്നിലും ഈ അപ്പോയിൻമെൻറ്റ് ലഭിക്കാത്തതായിരുന്നുവെന്ന് കാരണമെന്ന വാർത്ത ആ ഘട്ടത്തിലുണ്ടായി. ഇത് ഞാൻ പറയുന്നത് രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ എളുപ്പമല്ല, സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ. അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് എങ്ങനെ ഈ സ്വർണ്ണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു? പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്നതല്ലല്ലോ. നമ്മുടെ ഇവിടെ മുന്നിലുള്ള നമ്മുടെ ഈ പത്രസമ്മേളനം നടത്തുന്ന ഇതിൻ്റെ ഹാളിൻ്റെ നേരെ മുന്നിൽ ഉള്ള പോർട്ടിക്കോ ഇല്ലേ, ആ പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു ഒരു ആംബുലൻസ് ഉദ്ഘാടനം നടന്നത്. ഒരു കൂട്ടർ ശബരിമലക്ക് കൊടുക്കുന്ന ആംബുലൻസ്. ആ ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിലാണ് ഈ പറയുന്ന പോറ്റി ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അടുത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുന്നത്. അതുപോലെയല്ലല്ലോ ഇത്. അത് ഏകദേശം ഒരു പബ്ലിക് ഫംഗ്ഷനാണല്ലോ ഇത്. അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്കെങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആൻറ്റോ ആൻ്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. UDF ഭരണകാലത്തെ ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെയാണ് പ്രധാന പങ്കാളികളായത്? അതും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് പറയേണ്ട കാര്യമാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു പ്രചരണം നടത്തുന്നതിന് വലിയ അർത്ഥമുണ്ടോ? ഞങ്ങളിതൊന്നും പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല, പക്ഷേ ഇതൊക്കെയാണ് വസ്തുതകൾ എന്നുള്ളത് നമ്മൾ കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ നേരത്തെ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ സ്വർണ്ണം കെട്ടത് ആരംഭിക്കുന്ന പാട്ടിനെതിരെ കേസ് എടുത്തിരുന്നു, അതൊരു അബദ്ധമായി. കേസിൻ്റെ വഴിക്ക് പോകുമല്ലോ. അതിൽ ഞങ്ങളെ സർക്കാരിന് കൃത്യമായി ഇത്തരം കാര്യങ്ങളൊരു നയമുണ്ട്. ആ നയം ഇതുപോലുള്ള കാര്യങ്ങൾ കേസ് കൊണ്ട് നേരിടുക എന്നുള്ളതല്ല. പാട്ടെല്ലാം ഏതെല്ലാം തരത്തിലുള്ള പാട്ടുകൾ വരാറുണ്ട്. ഒരു പരാതി എന്നാൽ ചിലപ്പോൾ കേസ് എടുത്തിട്ടുണ്ടാകുന്ന വരും. പക്ഷേ സർക്കാരിൻ്റെ നയമാണല്ലോ പിന്നെ നടപ്പാവുക. അതല്ലേ നടപ്പാകുന്നത്. നല്ല രീതിയിലുള്ള അന്വേഷണമാണല്ലോ CMA സ്വർണ്ണക്കൊലയിൽ നടക്കുന്നത് പറയുന്നത്. പിന്നെ പത്മകുമാർ
അറസ്റ്റിലാണ്. പുള്ളി ഇപ്പോൾ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. ശരിക്കും ഇത്തരം ഒരു കേസിൽ അങ്ങനെ ഒരാളെ തുടരാൻ അനുവദിക്കുന്നത് ഒരു സംശയം ഉണ്ടാക്കില്ലേ ജനങ്ങളിൽ? ഞാനതിൽ പറയേണ്ട ആളല്ല. ഈ മുഖ്യമന്ത്രി എന്ന നിലക്കുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ പറയേണ്ടത് ഉത്തരവല്ല അത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല ക്ഷേമാനുകൂല്യങ്ങൾ വലിയ തോതിൽ സർക്കാരാണ്. പക്ഷേ M.M. മണി പറഞ്ഞത് ആളുകൾ ഈ ക്ഷേമമൊക്കെ വാങ്ങിയിട്ട് പിറപ്പുകൾ കാട്ടി എന്നാണ് പറയുന്നത്. ഇതൊക്കെ തിരിച്ചടിയല്ല, ഇതൊക്കെ ഒരു ജനപ്രതിനിധിക്ക് പറയാൻ ചേർന്ന വാക്കുകളാണ്. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണേണ്ടത്, ഞങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും വോട്ടിന് വേണ്ടിയല്ല. ഇവിടെ ജനങ്ങളുടെ അവകാശമാണ് ഇതൊക്കെ ലഭ്യമാവുക എന്നുള്ളത്. ഇതാരെങ്കിലും നൽകുന്ന ഒരു ഔദാര്യം എന്ന നിലക്കല്ല ഞങ്ങളതിനെ കാണുന്നത്. സർക്കാരിൻ്റെ ഒരു ഔദാര്യം ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതല്ല. സർക്കാരിന് പരിമിതികളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ നടുക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ തൽപരരാണ്. പക്ഷേ അതിന് സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വോട്ട് പോരട്ടെ എന്നുള്ള ചിന്തയല്ല, അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് വരുന്ന മാറ്റങ്ങളില്ലേ, ആ മാറ്റങ്ങൾ നമ്മൾ കാണണ്ടേ? ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കുറവ് ദാരിദ്ര്യം കേരളത്തിലാണ് എന്ന് നമ്മുടെ രാജ്യമാകെ കണക്കാക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ കണക്ക് വരുന്നത്? എന്താണ് ഈ ദാരിദ്ര്യം കുറയാൻ കാരണം? ഇപ്പോൾ നമ്മളെല്ലാവരും കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി എന്ന പ്രഖ്യാപനം നടത്തി. എങ്ങനെയാണ് അങ്ങനൊരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിഞ്ഞത്? നമ്മൾ കാണേണ്ടത്, ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ഇപ്പോൾ 2000 രൂപ വീതം, നേരത്തെ 1600 1600 രൂപ വീതം ഓരോ ആളുടെയും കയ്യിൽ കിട്ടുക, 60 ലക്ഷം ആളുകളുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് അവർ പെട്ടിയിൽ വെച്ച് പൂട്ടുകയല്ലോ ചെയ്യുക. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കില്ലേ, നാട്ടിലത് വ്യാപരിക്കുകയല്ലേ, പാവപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ കയ്യിലല്ലേ ഇതെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള നമ്മുടെ ഒരുപാട് ശ്രമങ്ങളുണ്ടായതിൽ ചെറിയൊന്നാണല്ലോ ഇതൊക്കെ. അത്തരം കാര്യങ്ങളാണല്ലോ ഇതിന് പങ്കുവഹിച്ചിട്ടുള്ളത്. അത് നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, ഇന്ത്യ രാജ്യത്ത് നമ്മളെക്കാളും വിഭവശേഷിയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും സംസ്ഥാനം ഈ അതിദാരിദ്ര്യമുക്തമാക്കാൻ പുറപ്പെട്ടോ? നേരത്തെ ആലോചിച്ചില്ല. എന്നാൽ കേരളം ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ, എന്നാൽ നമ്മളൊന്നും ഒരു കൈ നോക്കിക്കളിയാ എന്ന് വിചാരിച്ച് ഏതെങ്കിലും സംസ്ഥാനം ഇപ്പോൾ അതിനുശേഷം പ്രഖ്യാപിച്ചോ? അപ്പോൾ ഇതൊക്കെ ഒരു ജനങ്ങളോടുള്ള മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. പാവപ്പെട്ടവരെ എങ്ങനെ കാണുന്നു എന്ന പ്രശ്നമാണ്. ഇതിൽ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടരാണ്, ആ മുന്നണിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. വോട്ട് അതിൻ്റെ അകത്തൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ വോട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. പട്ടിക വന്നപ്പോൾ കഴിഞ്ഞ ലോക്സഭാ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച ചില മണ്ഡലങ്ങളിൽ അവിടെ വലിയ രീതിയിൽ ആളുകൾ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത്ര ഒരു കണക്ക് സർക്കാരോ സംവിധാനം എടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന കണക്കല്ല എൻ്റെ അടുത്തുള്ളത്. ഇവിടെ കാണേണ്ടത്, നമ്മുടെ ചില പ്രദേശങ്ങളിൽ വോട്ടർമാർ ഒഴിവായി പോയതിനെപ്പറ്റി ചില പരിശോധനകൾ ആവശ്യമായിട്ടുണ്ട്. ആ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പലരും ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ചിലർ 2002 തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ടുണ്ടായില്ല. അദ്ദേഹം ഔദ്യോഗികമായി ചിലപ്പോൾ കേരളത്തിന് പുറത്തായിരിക്കും. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വോട്ടില്ല. ഇപ്പോൾ ഒരാളെ കാര്യം എനിക്ക് നേരിട്ടറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ രമൺ ശ്രീവാസ്തവയെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, SIR അനുസരിച്ച് എനിക്കിപ്പോൾ വോട്ടില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? 2002 ഞാൻ ONGCയിലായിരുന്നു, അവിടെയാണ്. അപ്പോൾ ഇവിടെ വോട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വോട്ടവകാശം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കേൾക്കുന്നത്, അത് കേൾവി മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തെ പോലുള്ള ചില പ്രധാനികൾ തന്നെ ഈ വോട്ടവകാശം ഇല്ലാത്തവരായിട്ടുണ്ട് എന്നാണ്. ചില അത്യുന്നതർ തന്നെ ഇങ്ങനെ ചില സ്ഥാനം വഹിച്ചവർ. അപ്പോൾ
ഒരുപാട് സ്ഥലത്തുള്ളവർ വോട്ടവകാശം ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, തൃക്കരിപ്പൂരൊരു അനുഭവം പറയുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ഒരു സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരവിടെ ഇല്ല, ഇവിടെ സ്ഥലത്തില്ല എന്ന് രേഖപ്പെടുത്തുകയാണ്. അവർ പോസ്റ്റ് ഓഫീസിലെ ജോലിക്ക് പോയതാണ്, അതിനാണ് അവിടുന്ന് പോയതാണ് മറ്റൊരു സ്ഥലത്ത്, അവിടെ തന്നെ വേറെ അല്ല, രാവിലെ പോയതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിനും അവർക്കെല്ലാം വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടി വേണമെന്നുള്ളത് കൊണ്ടാണ് ഒരു ഹെൽപ്പ് ഡെസ്ക് സർക്കാർ തന്നെ സഹായം ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നത്. എല്ലാം നമ്മുടെ സമയം കഴിഞ്ഞ് പോയി കേട്ടാ. അല്ല ഒറ്റ ചോദ്യം ഇത് ഈ ഒരു ചോദ്യത്തിന് മാത്രമേ മറുപടി പറയൂ. എനിക്കൊന്നും ഇന്ന് പറ്റില്ല. ഈ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി മാത്രം ഒരു ഉത്തരം പറയാ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാം, പിന്നീട് പറയാം. ഇത് ഞാൻ പറയാം. ഇവിടെ സംഭവിച്ചത് എന്താ? ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോയതാണ്, കേസ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ സമവായത്തിൽ തീരണം എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ്. പക്ഷേ അതല്ലാത്ത നിലപാടുകളാണ് പല ഘട്ടങ്ങളിലായിട്ടുണ്ടായത്. സുപ്രീം കോടതിയുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു പാനൽ നൽകണം. ആ പാനലിൽ നിന്ന് ഒരാളെ ഗവർണർ നിശ്ചയിക്കണം, വൈസ് ചാൻസലറായിട്ട്. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ കേസിൻ്റെ ഭാഗമായി വന്നു, എൻ്റെ മുമ്പിലെത്തി. ഞാനത് പരിശോധിച്ചു, പേരുകൾ ഗവർണർക്ക് സമർപ്പിച്ചു. ഗവർണർ അതിൽ തീരുമാനമെടുത്തില്ല. അതിന് പകരം ചില പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം കോടതി അറിയിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ അതിനോട് യോജിച്ചില്ല. സുപ്രീം കോടതി അതിൽ കുറച്ച് കർക്കശമായ നിലപാടെടുത്തു. സുപ്രീം കോടതി എന്നിട്ട് പറഞ്ഞു, ആ കർക്കശ നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഇതിൽ ഗവർണറും മുഖ്യമന്ത്രിയും സമവായം ഉണ്ടാക്കേണ്ടതാണ്, അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ അത്യുന്നത കോടതിയുടെ ഒരു നിർദ്ദേശമാണ് സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. ആ പരസ്യമായ നിർദ്ദേശം വന്നപ്പോൾ ഞങ്ങളതിന് അനുകൂലമായി പ്രതികരിച്ചു. ഞാനപ്പോൾ വേറെ ചില പരിപാടികളുമായിട്ട് തിരുവനന്തപുരത്തിന് പുറത്താണ്. ഇവിടെ എനിക്ക് വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും കൂടി ഗവർണറെ കാണുക. അത് ഗവർണറെ അറിയിച്ചു, ഞാൻ തന്നെ അറിയിച്ചു, ഇങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നു, അവർ വരും. അത് സമ്മതിച്ചു, പോയി കണ്ടു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ സമവായത്തിൻ്റെ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആ ശ്രമത്തിന് ആ ഘട്ടത്തിൽ അനുകൂല പ്രതികരണം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതിൻ്റെ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും അന്ന് യോജിപ്പുണ്ടായില്ല. അത് പിരിഞ്ഞ കാര്യം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റിനെ അറിയിക്കുമല്ലോ, അത് സുപ്രീം കോടതിയുടെ മുന്നിലേക്കും എത്തുമല്ലോ. അപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചനുസരിച്ചിട്ടുള്ള പരിശോധന ഈ കമ്മിറ്റി നടത്താനിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസം രാവിലെ 2 തവണ ഗവർണർ എന്നെ വിളിക്കുകയാണ്. ഞാൻ കുളിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ 1 തവണയല്ല 2 തവണ അദ്ദേഹം വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അപ്പം തന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, യൂണിവേഴ്സിറ്റി VC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഗവർണർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞാനൊരു മുട്ടാപ്പോക്ക് നയം സ്വീകരിക്കുന്നത് ശരിയാണോ? അങ്ങനെ നയം സ്വീകരിച്ചാൽ നിങ്ങൾ തന്നെ എന്താ എന്നോട് ചോദിക്കുക, എന്താ നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നല്ലേ ചോദിക്കുക, ആരും അതല്ലേ ചോദിക്കുക. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് ഒരു പരിപാടിയുണ്ട്,
ഉച്ചയ്ക്ക് മുൻപ് എനിക്കും പരിപാടിയുണ്ട്, ഉച്ചയ്ക്ക് ശേഷം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോയി കണ്ടു. കണ്ടപ്പോൾ അദ്ദേഹം ഒരു സമവായ നിർദ്ദേശം വെച്ചു. അത് നിർദ്ദേശം വന്നപ്പോൾ സമവായത്തിന് അദ്ദേഹം തയ്യാറാണെന്നുള്ള നിലയാണ് വന്നത്. നേരത്തെയുള്ള നിലപാടിൽ നിന്നൊരു മാറ്റമാണത്. നമ്മൾ കണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളെ ഒരു സംഘർഷ മേഖലയല്ലാത്ത സ്ഥലമായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളുണ്ട്. പഠിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും മാത്രമല്ല, യൂണിവേഴ്സിറ്റികളെ സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും അങ്ങനെയൊരു സംഘർഷ മേഖലയല്ലാത്ത യൂണിവേഴ്സിറ്റികളെയാണ് അവർ കാണുന്നത്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റികളിലെ സംഘർഷം കുറേ കാലമായി തുടരുകയാണ്. വല്ലാത്ത അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ആ അന്തരീക്ഷം തൽക്കാലം അവസാനിപ്പിക്കാനും ഒരു ശാന്തമായ അന്തരീക്ഷം കൊണ്ടുവരാനും സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് എന്നാണ് പെട്ടെന്ന് തന്നെ ആലോചന പോയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, നമ്മളെ കയ്യിൽ നിന്ന് പോയില്ലേ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിലല്ലേ. അപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റുമോ? ഞാനതൊന്ന് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് അന്വേഷിച്ച് പറയാം. അഡ്വക്കേറ്റ് ജനറലുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഗവർണറുടെ അടുത്ത് ഞാൻ വരാം. അത് സാധിക്കുന്നതാണെങ്കിൽ അത് ആലോചിക്കാം. അതിനുശേഷം എൻ്റെ പ്രതികരണം പറയാമെന്ന് പറഞ്ഞു. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ അതിൻ്റെ വശങ്ങളെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അവിടെ ഹാജരാകുന്ന, സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന പ്രധാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റാണ് ജയദീപ് ഗുപ്ത. അദ്ദേഹമായിട്ട് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. നമുക്ക് തുടർ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചുപോയി ആ സമവായ നിർദ്ദേശം അംഗീകരിച്ചു. ഇതാണ് ഉണ്ടായത്. അത് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായൊരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റികൾ ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം. അതിന് ഈ നില തന്നെ തുറന്നും സ്വീകരിച്ച് പോകണം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹവും അത് അംഗീകരിക്കുന്ന നിലയാണുണ്ടായത്. അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാം എന്ന് തന്നെ പറയുന്ന നിലയുണ്ടായി. അങ്ങനെയാണത് അവസാനിച്ചത്. ഇനി ഒരു കാര്യവും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം. ശരി ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ ഏവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ വാക്കുകൾ ആരംഭിച്ചു. തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ആഘോഷങ്ങളെ കടന്നാക്രമിക്കുന്ന സംഘപരിവാർ ശക്തികളെക്കുറിച്ച് അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് കരോൾ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചത് സംഘപരിവാറാണെന്നും കേരളത്തിൽ ഇത്തരം ശക്തികൾ തലപൊക്കുന്നത് അംഗീകരിക്കില്ല എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. സംസ്ഥാനത്തെ ചില സ്കൂളുകളിലടക്കം ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം റദ്ദാക്കിയതിനെ കർശന നടപടി ഉണ്ടാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ പാലക്കാട് വാളയാറിലുണ്ടായ ആൾക്കൂട്ട കൊല ഹീനമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. തുടങ്ങി നിരവധി കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇടവേള.